വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്താക്കിയിട്ട് അവൻ അവയ്ക്കു മുൻപേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇടയനും ആടുകളും ശ്രദ്ധേയമായൊരു രൂപകം. യേശു ഈ മണ്ണിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ സ്വയമായിട്ട് അവകാശപ്പെട്ട രൂപകങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് നല്ല ഇടയന്റെ രൂപകം. താൻ നല്ല ഇടയനാകുന്നു എന്ന് തന്റെ ശ്രോതാക്കളോടായിട്ട് യേശു സംസാരിക്കുന്ന അവസരത്തിൽ തന്റെ കാഴ്ചപ്പാടും ചിന്താരീതിയും പ്രവർത്തന ശൈലികളും എന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. തന്നെ സംബന്ധിച്ച് തന്റെ ആടുകളുടെ സുസ്ഥിതിയാണ് ഏറ്റവും കാര്യമായിട്ട് താൻ കരുതുന്നതെന്നും ആടുകൾക്ക് സുസ്ഥിതി ഉണ്ടാകാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും സന്നദ്ധനായിട്ടുള്ള ഇടയനാണ് താനെന്നും, എന്നല്ല ആടുകൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ ഹോമിക്കാൻ തയ്യാറായിട്ടുള്ള സന്നദ്ധതയുള്ള പ്രതിബദ്ധതയുള്ള ഇടയനാണ് താൻ എന്ന് ജനങ്ങളോടായിട്ട് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയാണ് യേശു. ഇങ്ങനെ വ്യക്തമാക്കുന്നതിൽ യേശു തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകള് ജനങ്ങളെ ധരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് ആടുകളുടെ സ്ഥാനത്ത് യേശു കാണുന്ന തന്റെ മക്കളുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചുള്ള ചില ചിന്തകൾ കൂടെ അതിൽ ഉദ്ദേശിക്കപ്പെടുന്നില്ലേ എന്ന് വേണം ചിന്തിക്കാൻ. അതിൻ്റെതായിട്ടുള്ള സൂചനകൾ നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വ്യക്തമാക്കുകയാണ്, ആടുകൾക്ക് തനതായിട്ടുള്ള ഒരു സ്വഭാവം അവരുടെ ഇടയന്മാരെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള വാസന, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ ആടുകൾക്കുണ്ട്. തങ്ങളെ രക്ഷിക്കുന്ന, തങ്ങളെ പരിപാലിക്കുന്ന ഇടയന്മാരെ തിരിച്ചറിയാനും അവരെ അനുധാവനം ചെയ്യാനുള്ള സ്വതസിദ്ധമായിട്ടുള്ള വാസനയുള്ളവരാണ് ആടുകൾ. എന്നാൽ ഇടയന്മാരാണെന്ന് അവകാശപ്പെടുകയും യഥാർത്ഥത്തിൽ വ്യാജമായിട്ടുള്ള വ്യക്തികളാണ് തങ്ങളെന്ന് തങ്ങളായിരിക്കുകയും ചെയ്യുന്നവരെ ആടുകൾ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് ഓടി അകലുന്ന ഒരു സ്വഭാവം ആടുകൾക്കുള്ളതായിട്ടും യേശു വ്യക്തമാക്കുകയാണ്. ഈ ചിത്രീകരണത്തിൽ കൂടെ യേശു ഉന്നം വയ്ക്കുന്നത് തന്റെ അനുയായികളായിട്ടുള്ള, തന്റെ വിശ്വസ്തരായിട്ടുള്ള ആടുകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ജനങ്ങൾ യഥാർത്ഥത്തിലുള്ള മാർഗദർശികളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി അവർ നേടിയെടുക്കണം എന്നുള്ളതായിരിക്കണം. എന്നാൽ മാർഗദർശികളാണ് തങ്ങളെന്ന് അവകാശപ്പെടുകയും മാർഗഭ്രംശം ഉണ്ടാക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകന്നു മാറാനുള്ള പ്രാപ്തി തന്റെ മക്കൾക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള സൂചന പോലും നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷം. തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ചിന്താരീതിയിൽ കൂടെ വളർന്നു വരാൻ ഇടവരേണ്ട ഒരു ഡിസേൺമെന്റ്, തിരിച്ചറിവിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി, ചിന്താരീതി പ്രായോഗിക ജീവിതത്തിൽ വളർത്തി എടുക്കേണ്ടതുണ്ട്.
അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാൻ ഇടവരും എന്നുള്ള സൂചന പോലും നൽകുന്നതായിട്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് കരുതുന്നതിൽ തെറ്റില്ല.